ഹായ് ഗായ്സ്, ഐ എം ശ്രീകുമാർ എംവി, ആൻ ഇന്ത്യൻ ഡോക്ടർ. ഇപ്പോൾ ഏകദേശം 1.5 മാസമായിട്ടാണ് ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇൻറ്റേൺഷിപ്പിന് മുമ്പുള്ള ലൈഫിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫൈനൽ ഇയർ MBBSലെ എക്സാം സമയത്ത് ഞാൻ എങ്ങനെ പഠിച്ചിരുന്നു എന്നുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. നമ്മളുടെ ഫൈനൽ ഇയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വ്ളോഗൊന്നും പോരാ, ഒരുപാട് വ്ളോഗിൻ്റെ ആവശ്യമുണ്ട്. കാരണം 1.5 വർഷമായിരുന്നു ഞങ്ങളുടെ ഫൈനൽ ഇയർ എന്ന് പറയുന്നത്. ആ 1.5 വർഷത്തെ സ്റ്റോറി പറയാന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വ്ളോഗിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ഞാൻ എന്നെ പരിചയപ്പെടുന്നത് ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആയിട്ടാണ്. ഫൈനൽ ഇയർ MBBS റിസൾട്ടൊക്കെ വന്ന സമയത്ത് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇടാൻ പറ്റിയ സന്ദർഭമോ സാഹചര്യമോ ആയിരുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വഴിയേ പറയാം. ഹായ് ഗായ്സ്, സോ മൈ നെയിം ഈസ് ശ്രീകുമാർ. ഞാൻ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഫൈനൽ ഇയർ MBBS എന്ന് പറയുമ്പോൾ അതായത് ഞങ്ങൾക്ക് 1.5 വർഷമായിരുന്നു ഫൈനൽ ഇയർ MBBS. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് എക്സാം ഒരു ഘട്ടത്തിലോട്ടാണ് നമ്മൾ, അതായത് ആ ഒരു ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തി. ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സ്റ്റഡി ലീവാണ്. ആ ഒരു സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി വ്ളോഗും പ്ലസ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഒരു വ്ളോഗാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇയർ എന്ന് പറയുമ്പോൾ 8 സബ്ജക്റ്റാണ് വരുന്നത്. ENT, ഒഫ്താല്, മെഡിസിൻ, സർജറി, ഓർത്തോ, ഒബ്സ്റ്ററ്റിക്, ഗൈനക്സ് ആൻഡ് പീഡിയാട്രിക്. ഗൈനക് എന്ന് വെച്ചാൽ ഗൈനക്കോളജി. അപ്പോൾ 8 സബ്ജക്റ്റിൽ മൊത്തം 10 പേപ്പറാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത്. ഞാൻ എല്ലാ സബ്ജക്റ്റിനും കൂട്ടിയിട്ട് ഒരു പേപ്പർ കണക്കിലാണ് പറയുന്നത്. അപ്പോൾ 2 എക്സാം നമുക്കിപ്പോൾ കഴിഞ്ഞു. ENT, ഒഫ്താലും. സത്യം പറഞ്ഞാൽ ENT, ഒഫ്താലും തേർഡ് ഇയറിലായിരുന്നു നമുക്ക്. അതിപ്പോൾ ഫൈനൽ ഇയറിലേക്ക് ഞങ്ങൾക്ക് ഇട്ടിട്ട് ഞങ്ങൾക്ക് മെയിൽ 2025 മെയിൽ നമുക്ക് ENT, ഒഫ്താലും എക്സാംസ് ആയിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ നമുക്കിപ്പോൾ മെയ് 16-നായിരുന്നു, 14-16-നായിരുന്നു നമുക്ക് എക്സാം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽസും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ജൂൺ 30-ന് നമുക്ക് മെഡിസിൻ്റെ എക്സാം, അടുത്ത എക്സാം സ്റ്റാർട്ട് ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം പോലും നമുക്ക് സമയമില്ല. ഈ ഒരു 1.5 മാസമായിട്ട് നമ്മൾ മൊത്തം ENT, ഒഫ്താലിൻ്റെയും, അതായത് തേർഡ് ഇയർ സബ്ജക്ട്സ് ആയിരുന്നു ENT, ഒഫ്താലും. അതിപ്പോൾ ഫൈനൽ ഇയറിലോട്ട് ഇട്ടതായിരുന്നു യൂണിവേഴ്സിറ്റി. ബാക്കിലൂടെ ആയിരുന്നു മൊത്തം ഒരു 1.5 മാസം, ഒരു മാസത്തിന് മേലെ ഇട്ട്. അപ്പോൾ തലയിൽ മൊത്തം ആ 2 സബ്ജക്ട്സാണ്. അപ്പോൾ ഇനിയിപ്പോൾ 4 സബ്ജക്ട്സ്, അതായത് മെഡിസിൻ 2 പേപ്പർ, സർജറി 2 പേപ്പർ, അതിൻ്റെ കൂടെ ഒരു ഓർത്തോ പേപ്പർ വരുന്നുണ്ട്, ഒബ്സ്റ്ററ്റിക്, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്. ഈ പേപ്പേഴ്സൊക്കെ നമുക്കിനി അടുത്ത ജൂൺ 30-ന് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ എക്സാമിനും 1 ഡേ വെച്ച് ഗ്യാപ്പുള്ളൂ. ഈ ഒരു ഗ്യാപ്പിൽ എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളത് വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം, ഒരു പാസ്സാവാനുള്ള ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്ലസ് ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്ലസ് ഓൾസോ ഞാൻ യൂസ് ചെയ്യുന്ന കുറേ ടിപ്സും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് മൊമെൻറ്റ് എല്ലാ മെഡിക്കോസും എനിക്ക് തോന്നുന്നു MBBSന് നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു 1 മന്ത് നമുക്ക് സ്റ്റഡി ലീവ് കിട്ടും. ആ സമയത്താണ് എല്ലാവരും നമുക്ക് ഫുൾ ടൈം അതിനു വേണ്ടി പഠിക്കാതിരിക്കുന്നത്. കാരണം നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഇല്ല. ആ സമയത്ത് നമുക്ക് വേറെ ക്ലാസ്സുകളും തിയറി ക്ലാസ്സുകളും ഒന്നും ഇല്ല. അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ മാക്സിമം നമ്മൾ ടൈം ഇട്ട് പഠിക്കുന്നത്. ആ സമയത്ത് എല്ലാവരും പഠിക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്. ഞാൻ ലാസ്റ്റ് ടൈമിന് മൊമെൻറ്റിൽ ഇരുന്ന് പഠിക്കുന്നത്, ഒരു മാസത്തിന് നമ്മൾ പഠിക്കുന്നത്. കാരണം ഒരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ല, നമുക്ക് പാസ്സായാൽ മതി. അപ്പം നമുക്ക് പാസ്സാവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന ഇതേ പറ്റുള്ളൂ. കാരണം ഇത്രയും ഒരുപാടുണ്ട് പഠിക്കാൻ. മൊത്തത്തിൽ നമുക്ക് ആ ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. പാസ്സാവാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകാന്നുള്ളൊരു കാര്യത്തിൽ ആണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു മാസം. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നത്. അതുപോലെ ENT, ഒഫ്താലും എക്സാം ഞങ്ങൾക്കിപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത എക്സാംസ് മേജർ സബ്ജക്ട്സ് വരുന്നുണ്ട്. അത് ഇതിനെക്കാട്ടിയും പാടാണ്, ENT, ഒഫ്താലും പോലെയല്ല. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസൊക്കെ നമ്മളിപ്പോൾ ഈ 2 എക്സാം കഴിഞ്ഞ് എൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും വീട്ടിൽ പോയി. ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് വന്ന ഫ്രണ്ട്സും കോളേജിലൊന്നും ആരുമില്ല. അപ്പോൾ എല്ലാവരും അവർ വീട്ടിലേക്ക് പോയി 2 ഗ്യാപ്പൊക്കെ എടുത്ത സമയമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തൊട്ട് തുടങ്ങേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മൾ ENT, ഒഫ്താലും കഴിഞ്ഞൊരു ഇതിലിരിക്കുകയാണ്, ഒരു ഹാങ് ഓവറിൽ എല്ലാവരും ഇരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മെഡിസിനും അടുത്ത സബ്ജക്റ്റ് നമ്മൾ റീഫ്രഷ് ആക്കി കൊണ്ടുവരണം. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലാണുള്ളത്, ഞങ്ങളുടെ മെൻസ് ഹോസ്റ്റലാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും പഠിത്തം നടക്കില്ല. ഹോസ്റ്റലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾക്ക് കടക്കണം തോന്നിയാൽ കടക്കാം. ഫുൾ നമ്മൾ ഹോംലി ഫീലാണല്ലോ നമ്മൾ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഡേ ആയിട്ട് നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ സ്റ്റഡി ഹാളിൽ പോയി ലൈബ്രറി പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈബ്രറി പോയിട്ട് നമുക്ക് കുറച്ചവിടെ സ്പെൻഡ് ചെയ്തിട്ട് അപ്പോൾ ഇത് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ മൊത്തത്തിലൊരു വീഡിയോ ആക്കി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു.
സോ നമുക്കപ്പോൾ വ്ളോഗിലേക്ക് പോവാം. ഇതൊക്കെയാണ് ഞാൻ ഒരു ഇൻട്രോ തരാനാണ് ഉദ്ദേശിച്ചത്. ഇത്രയൊക്കെ ഒരു ഇൻട്രോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ലൈബ്രറിക്ക് പോവാം. ലൈബ്രറി 9 സ്റ്റാർട്ട് ചെയ്യുക, തുറക്കുക. അപ്പോൾ നമുക്ക് ലൈബ്രറി പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറയാം. ഞാനൊരു 4 മണി വരെയൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഇത് പോവും. അപ്പോൾ മൊത്തം നമുക്ക് പഠിക്കാനൊന്നും പിന്നെ പറ്റില്ല, കാരണം സമയമില്ല. അതുകൊണ്ടാണ് 4 മണി വരെയൊക്കെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അത്ര സമയം ഇരിക്കില്ല. നമുക്കിനി ഫുൾ ടൈം നമ്മൾ പഠിത്തത്തിലേക്ക് കൊടുക്കണം. കാരണം ഫൈനൽ ഇയർ ആണ്. ഇത്രയും ഇയർ നമ്മൾ പാസ്സായി വന്നിട്ട് ഇനി ഒരു ഫൈനൽ ഇയർ ഉഴപ്പമെന്ന് കാണാത്ത ഇതല്ലല്ലോ. ഇത്രയും സബ്ജക്ട്സും വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഫൈനൽ ഇയറിലാണ് കേട്ടോ. ഞാനതിപ്പോൾ 4 വർഷം എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഇതിൽ പറയുകയാണ്. ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഫൈനൽ ഇയർ ആണ്. 1.5 വർഷമാണ് നമുക്ക് ഫൈനൽ ഇയർ വന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ലൈബ്രറിയിലേക്ക് പോവാം. ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ ലൈബ്രറിയിൽ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. വിശേഷങ്ങളല്ല, പഠിത്തത്തിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നതെന്നൊക്കെ. ഞാൻ പറഞ്ഞ പോലെ മെഡിസിൻ ഈ 4 സബ്ജക്ട്സ് ആണെങ്കിൽ നമുക്ക് അടുത്ത 4 സബ്ജക്ട്സ് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് മെഡിസിൻ, സർജറി, OBG ആൻഡ് പീഡിയാട്രിക്സ്. നമ്മൾ മേജറായിട്ട് അങ്ങനെയാണ് 4 സബ്ജക്റ്റ് എന്ന് പറയാം. അതിൻ്റെ ഉള്ളിലും കുറേ സബ്ജക്ട്സ് വരുന്നുണ്ട്. ഈ 4 സബ്ജക്റ്റ് തന്നെ ഞാൻ ബാക്കിൽ വെച്ചാണല്ലോ ഇത്രയും ബുക്സ് നമുക്ക് പഠിക്കാണ്ട്. ഇതല്ല, കുറച്ചും കൂടി ബുക്സ് ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ലൈബ്രറിയിലോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് നോക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബാഗിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്സ് എടുക്കുന്നുണ്ട്, എൻ്റെ ഐപാഡ് എടുക്കുന്നുണ്ട്. ഐപാഡ് ഞാൻ സെക്കൻഡ് ഇയറിൽ വാങ്ങിച്ചതാണ്, MBBSൻ്റെ എന്നെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അന്നൊന്നും ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഫൈനൽ ഇയർ എത്തിയപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ് ഐപാഡ് എന്ന് പറയുന്നത്. ഐപാഡ് എന്നല്ല, നമുക്കൊരു സിമ്പിളായിട്ട് നമ്മുടെ നോട്ട്സും ടെക്സ്റ്റ് ബുക്കും പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ഐപാഡ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ് ഐപാഡ് എന്ന് പറയുന്നത്. ഞാൻ ഐപാഡും എൻ്റെ നോട്ട്സും എടുക്കുന്നുള്ളൂ. എൻ്റെ ഫുൾ കാര്യങ്ങൾ ഐപാഡിലാണുള്ളത്. അപ്പോൾ ഞാൻ ഐപാഡിൽ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ഐപാഡും ബുക്കും പെൻസൊക്കെ ഞാൻ എൻ്റെ ബാഗിലേക്ക് പാക്ക് ചെയ്തിട്ട് നേരെ പോകുന്നത് ലൈബ്രറിയിലേക്കാണ്. ഏകദേശം ഒരു 9 മണിക്കൊക്കെ ലൈബ്രറി സ്റ്റാർട്ടാവും. മെൻസ് ഹോസ്റ്റലിൽ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരെ നമ്മൾ ലൈബ്രറിക്കുള്ളൂ. സാധാരണ നമ്മൾ ലൈബ്രറിക്ക് നടന്നിട്ടാണ് പോവാറ്. പക്ഷെ അന്നത്തെ ഡേ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മഴയും കൂടി ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഒരു ചാറ്റൽ മഴയുള്ള ദിവസമൊക്കെ ഈ നമ്മൾ പുറത്തുകൂടെ നടക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ഫീലാണ്. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം നടന്നിട്ടാണ് പോയത്. ഈ MBBS എന്ന് പറയുന്നത് 4.5 വർഷത്തെ കോഴ്സാണ്. എല്ലാ ഇയറിൻ്റെയും അവസാനമാകുമ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടായിരിക്കും. എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെയും 1 മാസം മുന്നേ നമുക്ക് യൂണിവേഴ്സിറ്റി സ്റ്റഡി ലീവ് തരും. ആ സ്റ്റഡി ലീവ് തുടങ്ങുന്നത് തൊട്ട് എക്സാംസൊക്കെ അവസാനിക്കുന്നത് വരെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബൈ പറഞ്ഞിട്ട് നമ്മൾ എക്സാംസിനാണ് കേട്ടോ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കോളേജ് ലൈബ്രറി എന്ന് പറയുന്നത്. സാധാരണ ദിവസങ്ങളിൽ ലൈബ്രറി ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ഒരു 8:30-9 മണി തൊട്ടിട്ട് ഈവനിങ് ഒരു 8 മണി വരെയാണ് കേട്ടോ. നമ്മൾ ലൈബ്രറിയിലേക്ക് എപ്പോൾ കയറുന്നു എപ്പോൾ ഇറങ്ങുന്നു എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ രജിസ്റ്ററിൽ എഴുതി വയ്ക്കണം. നമ്മുടെ കോളേജിൽ ലൈബ്രറി എന്ന് പറയുന്നത് 2 ഫ്ലോറിലായിട്ടാണുള്ളത്. രാവിലത്തെ സെക്ഷനിൽ ഞാൻ കയറിയത് ഫസ്റ്റ് ഫ്ലോറിലുള്ള റീഡിംഗ് റൂമിലാണ് കേട്ടോ. റീഡിംഗ് റൂമിൻ്റെ അകത്തേക്ക് നമ്മുടെ ബാഗ്സോ കൂടുതലായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബാഗും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന ഒരു ലോക്കറാണ് കേട്ടോ അത്. സോ എനിക്ക് ആവശ്യമുള്ള ബുക്സും പെൻസൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ടോ. ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾക്ക് 6 സബ്ജക്ട്സിൻ്റെ എക്സാമാണ് നടക്കാൻ ബാക്കിയുള്ളത്. സോ ഞാൻ വിചാരിച്ചു രാവിലെ കുറച്ച് ഫ്രഷൊക്കെ ആയതല്ലേ, അപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിലുള്ള റീഡിംഗ് റൂം. ഈ റീഡിംഗ് റൂമിൽ ഈ റാക്സിൽ കാണുന്ന പല ബുക്കുകളും പല ഓതേഴ്സ് എഴുതിയിട്ടുള്ള പല സബ്ജക്ട്സിൻ്റെ ബുക്കുകളാണ് ഇരിക്കുന്നത്. ഈ റീഡിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ബുക്സും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റാക്സിന് എടുത്തതിന് ശേഷം നമ്മൾ ആവശ്യം കഴിഞ്ഞ ശേഷം അതേ പൊസിഷനിൽ നമ്മൾ കൊണ്ടുപോയി വയ്ക്കണം. നമുക്ക് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫൈനൽ ഇയറിലൊക്കെ നമുക്ക് അസൈൻമെൻറ്റ്സും സെമിനാറും വരുമ്പോൾ നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റീഡിംഗ് റൂമിൽ വന്നിട്ടാണ് കേട്ടോ ബുക്സൊക്കെ നോക്കാറ്. അസൈൻമെൻറ്റ്സും സെമിനാറും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എക്സാംസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് മോർണിംഗ് സെക്ഷനിൽ പഠിക്കാൻ പ്ലാൻ ചെയ്തത് ജനറൽ മെഡിസിൻ ആണ് കേട്ടോ. ജനറൽ മെഡിസിൻ അത്യാവശ്യം നല്ല വലിയൊരു സബ്ജക്റ്റ് തന്നെയാണ്. സാധാരണ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ പ്രിഫറൻസും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അത് നോക്കിയിട്ടാണ് പഠിക്കാറ്. പക്ഷേ ഫൈനൽ ഇയറിലെ ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു സബ്ജക്റ്റും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാംസിന് ഉണ്ടാവും. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജനറൽ മെഡിസിൻ എന്ന എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം.
ഫൈനൽ ഇയറിൽ ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും എല്ലാ സബ്ജക്ട്സിനും നോട്ട്സ് ഉണ്ടാക്കിയിട്ടായിരുന്നു കേട്ടോ പഠിച്ചിരുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് നോട്ട്സാക്കി ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസൊക്കെ ഞാൻ കൂടുതലും നോട്ട്സ് ഉണ്ടാക്കിയിട്ടായിരുന്നു കേട്ടോ പഠിച്ചിരുന്നത്. നോട്ട്സ് ഉണ്ടാക്കി പഠിച്ചത് ലാസ്റ്റ് മിനിറ്റ്സിലൊക്കെ എനിക്ക് റിവിഷൻ ചെയ്യാൻ ഒരുപാട് ഉപകാരപ്പെട്ടു. ഈ MBBSലെ എല്ലാ യൂണിവേഴ്സിറ്റി എക്സാംസ് എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ നല്ല ശ്രദ്ധയും നല്ല കോൺസെൻട്രേഷനും കൊടുത്ത് പഠിക്കേണ്ട എക്സാംസാണ്. കാരണം നമുക്ക് തിയറി എക്സാംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽസ് എക്സാമുണ്ട്. പ്രാക്ടിക്കൽ എക്സാമിന് നമ്മളോട് വൈവ ചോദിച്ച് നമുക്ക് എത്ര നോളജ് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് അവർ നമുക്ക് മാർക്ക് ഇടുന്നത്. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് നമ്മുടെ സ്റ്റഡി ലീവ് അല്ലെങ്കിൽ നമ്മുടെ തിയറി എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ തൊട്ടിട്ട് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാംസൊക്കെ എല്ലാം കഴിയുന്നത് വരെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളോടും നമ്മൾ കുറച്ച് ദിവസത്തിന് ബൈ ബൈ പറഞ്ഞേ പറ്റൂ. ഞാൻ കൂടുതലും പഠിക്കുന്ന സമയത്ത് 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് മെത്തേഡാണ്. അത്യാവശ്യം അടിപൊളി മെത്തേഡാണ് കേട്ടോ ഇത്. അതായത് ഒരു 30 മിനിറ്റ്സ് നമ്മളെ ക്ലോക്കിലോ അല്ലെങ്കിൽ ടൈമറിലോ വയ്ക്കുക. ആ 30 മിനിറ്റ്സ് കഴിയുന്നവരെ നമ്മുടെ ഫുൾ ഫോക്കസും കോൺസെൻട്രേഷനും നമ്മൾ എന്താണോ ചെയ്യുന്നത്, അത് പഠിത്തമാണോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും ഫുൾ കോൺസെൻട്രേഷൻ ആ 30 മിനിറ്റ്സ് നമ്മളതിൽ കൊടുക്കുക. ആ 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് നമ്മൾ ബ്രേക്ക് കൊടുക്കുക, നമ്മുടെ ബ്രെയിനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മോർണിംഗ് സെക്ഷനിൽ ഒരു 9 മണി തൊട്ടിട്ട് ഒരു 11:30-12 മണി വരെ മെഡിസിൻ പഠിച്ചതിന് ശേഷം ഞാൻ എടുത്ത ബുക്സൊക്കെ അതേ റാക്കിൽ വെച്ചിട്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകണം കേട്ടോ. 2 to 4 ആണ് പ്ലാന്. സർജറി മുന്നേ കുറേയൊക്കെ നോക്കിയിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. മെഡിസിൻ ആയിരുന്നു തീരെ ഒന്നും തുടങ്ങാത്തത്. സർജറി പെട്ടെന്ന് പോയിക്കോളെന്ന് വിചാരിക്കുന്നു. ഉറക്കമാണ് പ്രശ്നം. ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ച് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരികയാണ്. ലൈബ്രറിയിൽ പോകണം നമ്മൾ. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിൽ കാണാം. നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫെബ്രുവരി മോഡൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഫുൾ എക്സാം സീരീസ് ആയിരുന്നു. ഏകദേശം ഒരു August 7th നമ്മുടെ ലാസ്റ്റ് പ്രാക്ടിക്കൽ എക്സാം ഒക്കെ അവസാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സബ്ജക്ട്സ്, അതായത് 8 സബ്ജക്ട്സും 10 പേപ്പറൊക്കെ നമ്മൾ ഈ 6 മാസത്തിനുള്ളിൽ ഫുൾ എക്സാംസിൻ്റെ ഒരു സ്ട്രെസ്സും അതൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഈ 6 മാസം, അതായത് ഫെബ്രുവരി തൊട്ടിട്ട് ആഗസ്റ്റ് വരെയുള്ള ഈ എക്സാമുകളുടെ ഇടയ്ക്ക് നമ്മുടെ ഹെൽത്തും അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. മെൻ്റൽ ഹെൽത്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാംസിനൊന്നും പഠിക്കാൻ പറ്റില്ല. നമുക്ക് എക്സാം സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിരുന്നു നമ്മുടെ വീട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ ഒരുപാട് ഹെൽപ്പായിരുന്നു. ഉച്ചത്തെ സെക്ഷനിൽ ഞാൻ 2 to 4 ഞാൻ സർജറി ആയിരുന്നു കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സർജറി ഞാൻ കൂടുതലും ആരുടെയെങ്കിലും യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ആരുടെയെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ കണ്ടിട്ടാണ് ഞാൻ പഠിക്കാറ്. ഞാൻ മെഡിസിൻ പറഞ്ഞ പോലെ തന്നെ സർജറിയിലും ലോങ് എസ്സേസും ഷോർട്ട് എസ്സേസിൻ്റെ ഒരു ബുക്സ് ഉണ്ടാക്കിയിട്ടായിരുന്നു ഞാൻ സർജറിയും പഠിച്ചിരുന്നത്. സർജറി എനിക്ക് ഒന്നുകൂടി പഠിക്കാൻ ഇഷ്ടമാണ്, കാരണം ഒരുപാട് ഡയഗ്രാംസും അതുപോലെ തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റായിരുന്നു സർജറി എന്ന് പറയുന്നത്. സർജറി കൂടുതൽ ഞാൻ പഠിക്കുമ്പോൾ ഡയഗ്രാംസിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സർജറിയിൽ ലാസ്റ്റ് മിനിറ്റൊക്കെ ആകുമ്പോൾ ചില ടോപ്പിക്കൊക്കെ നമുക്ക് പഠിക്കാൻ ടൈം കിട്ടിയെന്ന് വരില്ല. ആ സമയത്തൊക്കെ പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് ഇയർ അനാട്ടമിയുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തിട്ട് ആ ഡയഗ്രാംസൊക്കെ കുറേയൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ പോവാറ്. അങ്ങനെ ഈ ദിവസത്തെ ആഫ്റ്റർനൂൺ ഉണ്ടായിരുന്ന സർജറി പഠിത്തത്തിന് ശേഷം ഞാൻ നേരെ പോകുന്നത് ഹോസ്റ്റലിലേക്കാണ് കേട്ടോ. രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി ജസ്റ്റ് ഹോസ്റ്റലിൽ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ രാത്രിയുടെ സെക്ഷനിലാണ് ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ മെഡിസിനും ഉച്ചയ്ക്ക് ശേഷം സർജറി. ഇനി ആകെ ഉള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഒബ്സ്റ്ററ്റിക്, ഗൈനക് ആൻഡ് പീഡിയാട്രിക്സ് ആണ്. ഇത് ഓരോ പേപ്പറാണ്. എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ടൈം ചെയ്യാറ്. ബിക്കോസ് നമുക്ക് 5 സബ്ജക്റ്റും ഇപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എനിക്ക് അങ്ങനെ പറ്റില്ല. എല്ലാ ദിവസവും കറക്റ്റാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു 50% നമുക്ക് നോക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് നമുക്ക് ഫുൾ പോർഷൻ എന്തായാലും നോക്കാൻ പറ്റില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൂടുതൽ പഠിക്കാൻ പറ്റില്ല, കാരണം ഫുഡ് കഴിച്ചതിൻ്റെയും ഉറക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രാത്രി സാധാരണ ഞാൻ നോട്ട്സ് നമ്മുടെ ഐപാഡിൽ നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് നടന്ന് പഠിക്കുകയാണ് ചെയ്യാറ്. എന്തെങ്കിലും കൂടെ നടന്ന് പഠിക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ പോകും. എന്തായാലും 12 മണിയൊക്കെ വരെ, 12 മണി വരുന്നത് വരെ നമ്മൾ മാക്സിമം പോയാൽ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അന്നത്തെ ഒരു എനർജിയൊക്കെ മൊത്തത്തിൽ പോകും. ഒരു ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രാത്രിത്തെ ഒരു വീഡിയോ എടുക്കാൻ കാരണം. രാവിലെ പറയാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐപാഡ് ഫൈനൽ ഇയർ ആയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഐപാഡ് ഫൈനൽ ഇയർ ആയപ്പോൾ എനിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫൈനൽ സ്റ്റഡി ലീവൊക്കെ ആയപ്പോൾ
നമ്മൾ പറഞ്ഞു 10 പേപ്പേഴ്സും 8 സബ്ജക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും സബ്ജക്റ്റ് നമുക്ക് ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ എക്സാമിന് ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടി നമുക്ക് റിവിഷൻ ഒന്നുകൂടി ചെയ്തെത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8 സബ്ജക്റ്റ് 8ഒന്നുമില്ല, ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ENT, ഓഫ്താൽ, മെഡിസിൻ, സർജറി, പീഡിയാട്രിക്സ്, ഒബ്സ്ട്രറ്റിക്സ് ഈ സബ്ജക്റ്റ് എല്ലാത്തിനും ലോങ്ങസ്റ്റും ഷോർട്ടസ്റ്റേഴ്സും നമുക്ക് മൊത്തത്തിൽ ടെക്സ്റ്റിൽ അവിടെ ഇവിടെയൊക്കെയാണ് പല സ്ഥലങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ഒന്നും ടെക്സ്റ്റിൻ്റെ ഒരു രീതിയിലല്ല നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിരിക്കുന്നത്. ആ ഒരു ചാപ്റ്റേഴ്സിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എല്ലാം കൂടിയും ഒന്നിച്ച് ഞാനൊരു PPT ഉണ്ടാക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ഇപ്പോൾ തന്നെ ആ ഒരു ഈ വീഡിയോൻ്റെ ബാക്കിയൊക്കെ തന്നെ ആഡ് ചെയ്യാം. ഈ ഒരു ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം കൂടി നമുക്ക് അവിടെ ഇവിടെ ടെക്സ്റ്റിൻ്റെ അവിടെ ഇവിടെ ഒക്കെ നമുക്ക് മാർക്ക് ചെയ്തത് നമുക്ക് ഒരുമിച്ച് ഒരു മൊത്തത്തിൽ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ iPadൽ ഒരു PDF ഉണ്ടാക്കിയിട്ടാണ് ഞാനത് യൂസ് ചെയ്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൻ്റെ പേരാണ് കേട്ടോ, കൊള നോട്ട് എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യം ഒരിക്കലും ഒരു പ്രൊമോഷനല്ല, മറിച്ച് നമ്മളുടെ ഫൈനൽ ഇയറിൻ്റെ എക്സാം സമയത്ത് എന്ന് പറയുന്നത് ഇത്രയും സബ്ജക്ട്സ് പഠിക്കുക എന്ന് ഞാൻ ആലോചിച്ചിട്ട് കൺഫ്യൂഷനിലിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് യൂട്യൂബിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് iPadലും അതുപോലെ തന്നെ മറ്റു പല ടാബുകളിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ആപ്സിനെ പറ്റി തപ്പി നടക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ നോട്ടിനെ പറ്റിയിട്ട് കിട്ടിയത്. ഇതിൽ ഞാൻ നോട്ട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഫൈനൽ ഇയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കും. ആ ടോപ്പിക്കിൽ മുൻപ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, അതായത് ക്വസ്റ്റ്യൻ ചോദിച്ച ലോങ്ങസ്റ്റ് സൈസിലും ഷോർട്ടസ്റ്റ് സൈസിലും എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നത്, ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിലും മറ്റ് പല ഗൈഡുകളും നോക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഈ ആപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ആ ഫോട്ടോസൊക്കെ കൂടിയിട്ട് ആവശ്യമായിട്ടുള്ള രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ ആ ആപ്പിൽ തന്നെ സേവ് ആക്കും. ഇങ്ങനത്തെ ഉള്ള കുറച്ച് എളുപ്പപ്പണികൾ ഞാൻ ലാസ്റ്റ് സ്റ്റഡി ലീവിൻ്റെ സമയത്താണ് കേട്ടോ കണ്ടുപിടിച്ചത്. ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ആവശ്യമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ സേവ് ആക്കി ഒരു നോട്ടാക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ആവശ്യമായുള്ള ഫിഗേഴ്സൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കൊരു നോട്ട്സ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. സ്റ്റഡി ലീവിൻ്റെ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എനിക്ക് ലാസ്റ്റ് സമയത്താണ് കേട്ടോ ഒരുപാട് ഉപകാരപ്പെട്ടത്. റിവിഷൻ സമയത്തും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഗ്യാപ്പ് കിട്ടുമ്പോൾ ഈ ഒരു നോട്ട് മാത്രം ഞാൻ പഠിച്ചിട്ടാണ് പോവാറ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കാം. സ്വന്തമായിട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട്, അതായത് പല പല ടെക്സ്റ്റ് ബുക്കുകളും പല പല കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കാൻ നോക്കാം കേട്ടോ. കാരണം സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് അതൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് അത് ഒരുപാട് ഉപകാരപ്പെടും. അതുകൂടാതെ ഈ വ്ളോഗിലൂടെ ഒരിക്കലും ഞാൻ iPad വേണം എന്ന് നിർബന്ധം പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ട് പഠിക്കാൻ തോന്നുന്നത് അങ്ങനെ പഠിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.